കൊന്നിച്ചോ മിനസാൻ നാനമിഷിന്റെ സീസൺ 2ന്റെ എപ്പിസോഡ് 47ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗസ് വീട്ടിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ഷൗട്ട് ഔട്ട് കൊടുക്കാറുണ്ട്. മറ്റാർക്കുമല്ല, നമ്മുടെ അലൻ സോജിംബ്രോയ്ക്കാണ്. പുള്ളിക്കാരൻ ഇന്നലെ വീട്ടിൽ നമുക്ക് 100 റുപ്പീസ് സൂപ്പർ താങ്ക്സ് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുള്ളത് നമ്മുടെ അലൻ ബ്രോ ആണ്. സോ ബ്രോ, റിയലി താങ്ക്സ്, ഇറ്റ് മീൻസ് എ ലോട്ട്. സോ എല്ലാത്തിനും ഒരു താങ്ക്സ് പറയുവാണ്. അത് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാനും പോകുവാണ്. സോ ലൈക്ക് ചെയ്തവര് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തവര് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ആ സ്ഥലം തന്നെ നിന്ന് കുലുങ്ങാനായിട്ട് തുടങ്ങി. ഇയോൺ ചിയോൺ ക്രിയേറ്റ് ചെയ്ത ആ 3 ഫോമുലസ് ആയിട്ടുള്ള സോണിന്റെ അറ്റത്തായിട്ട് ഒരു എനർജിയും വരാനായിട്ട് തുടങ്ങി. അത് സെക്കൻഡുകൾ കൊണ്ട് മാസീവ് ആകുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ആ ക്യൂയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, അത് അപകടമാണെന്ന്. അതുകൊണ്ട് തന്റെ കാലുറപ്പിച്ച് അവൻ അവിടെ തന്നെ നിൽക്കാൻ നോക്കി. അവനവന്റെ ക്യൂയെ ഗ്യാദർ ചെയ്യുന്നത് മാത്രമല്ല, അവനിപ്പോൾ ആ ഒരു ഫോംലെസ് ഉള്ള സോണിന്റെ എനർജിയും അതിൻ്റെ അകത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും അപകടമാണെന്ന് പറഞ്ഞപ്പോഴേക്കും ആ ഒരു ടക്ക് ആ കീയുടെ നേരെ വന്നു. അത് പ്രകാശത്തിന്റെ അതേ സ്പീഡിലാണ് വരുന്നത്. എനിക്കത് ഡോഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഒപ്പം പിന്നെ എന്ന് പറഞ്ഞിട്ട് അവനവന്റെ സെനിൻ മാർഷൽ ആർട്ടിന്റെ വോയിഡ് ഫിസ്റ്റിന്റെ സീക്രട്ട് ടെക്നിക്ക് അങ്ങോട്ട് യൂസ് ചെയ്ത് ഒരു അൾട്ടിമേറ്റ് ഉള്ള പഞ്ച് അങ്ങോട്ട് ചെയ്യും. അടുത്ത സെക്കൻഡ് ഒരു വലിയൊരു സ്ഫോടനമാണ് കാണുന്നത്. അതിന്റെ ആഘാതം വളരെ കൂടുതലായിരുന്നു. അവരെല്ലാരും ഒന്ന് പുഷ് ചെയ്യപ്പെട്ടു. ഇതേ സമയത്ത് നമ്മുടെ ആക്കിയുടെ വായിൽ നിന്നൊക്കെ ചോര തെറിക്കുന്നുണ്ട്. ഇത് അവന്റെ സോ ടെക്നിക്സ് പോലെയല്ല, ഇത് ശരിക്കും സ്ട്രോങ്ങർ ആണ്. എങ്ങനെയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ മരിച്ചു നിന്നിരിക്കും. ഇതിന്റെ വഴി ഞാൻ മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ 2 കൈയും കൂടെ കയറി പിടിച്ചിട്ട് അത് നേരെ മുകളിലേക്ക് തെറ്റിച്ച് വിടുകയും ചെയ്യും. അതാട്ടെ പിന്നെ കാണുന്നത് നേരെ മുകളിലേക്ക് പറക്കുന്നതാണ്. അത് പോയത് അവിടെ ഉണ്ടായിരുന്ന ഒരു മൗണ്ടിന്റെ പീക്കിലേക്കായിരുന്നു. അടുത്ത സെക്കൻഡ് അവരെല്ലാരും അമ്പരന്ന് പോയി. വാങ്ങിച്ചലൊക്കെ പറയും ചെയ്യും, ഇത് ഞാനീ കാണുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അവർക്കാർക്കും തന്നെ അത് കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം ആ ഒരു മൗണ്ടൻ പീക്ക് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്ത് പോയിരിക്കുന്നു. ഇതേ സമയം ആക്കിയുടെ കൈയാണ് പിന്നെ കാണിക്കുന്നത്. അവന്റെ കൈ തിരിഞ്ഞു പോയ ഒരു അവസ്ഥയിലായിരുന്നു. എൻ്റെ കൈകളും മസിൽസും എല്ലുകളും എല്ലാം തന്നെ തിരിഞ്ഞ് ട്വിസ്റ്റഡ് ആയിരിക്കുന്നു. എനിക്കിത് അധികം നേരം യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. എന്നാൽ ഈ സമയത്ത് ഇയോൻ 2 ഫോംലെസ് ആളുടെ ബ്ലേഡ് അപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ബ്ലാക്ക് ഫ്രോസ്റ്റും പിന്നെ ആ ഒരു ഫയറും. എന്നിട്ട് അവൻ ചോദിക്കുകയും ചെയ്യും, താങ്കൾ ശരിക്കും അമേസിംഗ് തന്നെയാണ്. അപ്പൊ എങ്ങനെയാ, ഇനി 2 കൂടെ അങ്ങോട്ട് അയക്കട്ടെ? എന്ത് 2 കൂടിയാ? അതിനർത്ഥം അവൻ അത്രയും ക്യൂ ഇപ്പോഴും റിമൈനിങ് ആയിട്ടുണ്ടോ? പറഞ്ഞത് പറഞ്ഞു, പക്ഷെ ഉള്ളത് പറഞ്ഞ എൻ്റെ 3 ക്യൂ ഞാനിവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം തോൽവി അഡ്മിറ്റ് ചെയ്താൽ മതിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. പ്യൂറായുള്ള എഫേർട്ടും പ്യൂറായുള്ള മാർഷൽ ആർട്സും കൊണ്ട് മാത്രം ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിയ ഒരാൾ അവനിനി ഒരു തവണ കൂടെ അത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതെനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. നീ നീ ഇവിടെ ജയിച്ചിരിക്കുന്നു. അവർ പറയുന്നത് സത്യമാണ്. യങ്ങർ ജനറേഷൻ എങ്ങനെ വന്നാലും ഓൾഡർ ജനറേഷനെ സർപ്പാസ് ചെയ്യും. നീ നിന്റെ ഫോർമർ കൾട്ട് ലീഡറായുള്ള ചിയോൺ മജിയോങ്ങിനെ കിട്ടും സ്ട്രോങ്ങർ ആണ്. കൾട്ട് ലീഡറായുള്ള ചിയോൺ മജിയോങ്ങോ? അല്ല, കോമ്പാക്ട് ഡിവൈന് എന്റെ അച്ഛനറിയാവുന്ന ഇഞ്ചി ചിയോൺ ചോദിക്കുകയും ചെയ്യും. അല്ല, സത്യം പറഞ്ഞവൻ ഇപ്പൊ എത്ര വയസ്സുണ്ട്? അല്ല, അതിനർത്ഥം ഇവനെന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ ജനറേഷനിലുള്ളതാണോ? വെറുതെ അല്ല ഇവന് ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ളത്. ആ സമയത്ത് തന്നെ അവൻ എന്റെ ഗാർഡൊക്കെ ലെറ്റ് ഡൗൺ ചെയ്തു. കണ്ടിട്ട് അവൻ ഗീവ് ചെയ്തു. പക്ഷേ ചങ്ബൈ മൗണ്ടിലേക്ക് അവൻ കടത്തിവിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കപ്പം എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ അറിയാമല്ലേ? അറിയാമെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ കുറച്ച് തവണ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് ഫെയ്ത്ത് ആയിരിക്കും. പക്ഷേ എനിക്കറിയേണ്ടത് നീ എന്തുകൊണ്ടാണ് അവിടേക്ക് ഞങ്ങളെ കടത്തി വിടാത്തതെന്നാണ്. ചങ്ബൈ മൗണ്ടനിൽ ഒരു ജീവിയുണ്ട്. സാധാരണ ഒരു മനുഷ്യനും അതിനെ തടയാൻ സാധിക്കത്തില്ല. ഞാനിത് പ്രിവെന്റ് ചെയ്യുന്നത് മറ്റാരും അവിടേക്ക് ചെന്ന് മരണപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഓ, അപ്പൊ സെൻ മാസ്റ്ററുള്ള വൂച്ചൻ പറഞ്ഞത് സത്യമായിരുന്നു. നീ പറഞ്ഞത് നേരത്തെ കണ്ടവനെ പറ്റിയാണോ? അതെ, അവൻ ശരിക്കും അപകടകാരിയാണ്. വർഷങ്ങളോളം അവനിപ്പോ പകയും ദേഷ്യം കൊണ്ടാണ് നടക്കുന്നത്. നീ നേരത്തെ പറഞ്ഞത് ഒരു ജീവിയെന്നല്ലേ? അതിനർത്ഥം അവനൊരു മനുഷ്യനായിരിക്കത്തില്ലല്ലേ? പെട്ടെന്നാണ് ആ കിവി ഒന്ന് ഞെട്ടിയത്. നാശം, അവനത് നോട്ടീസ് ചെയ്തിരുന്നോ? അതിലുപരി നീ പറഞ്ഞത് മറ്റാർക്കും അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് നീ ഇത് പ്രിവെന്റ് ചെയ്യുന്നതെന്നല്ലേ? അപ്പോ നിനക്കെന്ത് തോന്നുന്നു, അവനെ എന്നെ ഹാം ചെയ്യാനായിട്ട് പറ്റുമോ? ആ പറഞ്ഞത് അത് കുറച്ച് ഡിഫറൻ്റ് ആണ്. ശരിയാണ്, ഇവനൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. പക്ഷേ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ? അതിലുപരി അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് ദേഷ്യവും പകയും ഈ സ്ഥലം ഒന്നുകൂടെ, ചുരുക്കം പറഞ്ഞാൽ ആ ഒരു ദിവസത്തിൽ നിന്ന് അവൻ ഒരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനു പുറമെ ഞാനും വീക്കറായിക്കൊണ്ടിരിക്കുകയാണ്. അധികം നാള് ആ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. സാക്കിയും എന്റെ സുഹൃത്തെ,
നിന്നെ കൺസിഡർ ചെയ്യുന്നിടത്ത് അവന് ഞാൻ തന്നെ കൊല്ലുന്നത് ഒരു മേഴ്സി അല്ലേടാ. ആ ഒരു 10 വർഷത്തെ വാക്ക് ദേ എത്താറായിരിക്കുന്നു. ഈ ഒരു കൈ ആ സമയത്ത് ഹീലാകത്തുമില്ല. എനിക്ക് തോന്നുന്നു ഇത്തവണ അവൻ ഉറപ്പായിട്ടും ചങ്ബായ് മൗണ്ടനിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ്. നിന്റെ ഗോൾ എന്ന് പറയുന്നത് ആ മിത്തിക്കൽ ക്രീച്ചറിന്റെ എസൻസ് സ്കോർ ആണോ? അല്ലാതെ ആരെങ്കിലും ഇവിടേക്ക് വരാറുണ്ടോ? നീ ശരിക്കും വ്യത്യസ്തനാണ്. സാധാരണ എല്ലാവരും അത് മറക്കാനാണ് നോക്കുന്നത്. പക്ഷേ നീ അത് മുഖത്തടച്ചു പോലെ എന്നെ പറയുന്നുണ്ട്. നിന്നെക്കാട് സ്ട്രോങ്ങറായുള്ള മുറിമുല ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നിട്ട് നിനക്ക് എന്തിനാണ് ഈ രസൻ സ്കോർ വേണ്ടത്? ഉള്ളത് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ എന്നെ വിശ്വസിച്ചൊന്നും വരത്തില്ല. ആ ഒരു ഇമ്മോർട്ടാലിറ്റി അച്ചീവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മുറിമില് ഒരു പുതിയൊരു സെക്ട് വന്നിട്ടുണ്ട്, സുപ്രീം സേബർ. അവരിപ്പോ റീസെന്റ് സൊജാങ് കംപ്ലീറ്റ്ലി കൈയെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവരുടെ ലീഡർ ഇമ്മോർട്ടാലിറ്റി അച്ചീവ് ചെയ്യാനെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു വലിയൊരു സ്ഫോടനം അവിടെ ഉണ്ടായത്. അല്ല, അതൊരു വാട്ടർ പില്ലർ അല്ലേ ഹെവനിലേക്കിൽ? അല്ല, ഇനിയെങ്ങാനും പെട്ടെന്നാണ് ഒരു വലിയൊരു അലർച്ച കേട്ടത്. അത് കേട്ട എല്ലാരും ഞെട്ടിത്തെറിച്ചു പോയി. ഈവൻ ഇയോൺ വരെ അമ്പരന്ന് അവിടെ നിന്നു. ആ കേട്ടത് വിൻ വൈറ്റ് ടൈഗർ ആണോ? അവൻ അവൻ ആ വാക്ക് തെറ്റിച്ചിരിക്കുന്നു. വാക്കോ? പക്ഷേ അത് പറയുന്നതിന് മുമ്പ് അവൻ അവിടുന്ന് ചാടി പോവുകയും ചെയ്തു. ആ മലമുകളിലാണ് അവൻ താമസിക്കുന്നത്. ആ ഒരു അലർച്ചയ്ക്ക് പിന്നിൽ അവൻ ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ പേടിക്കുന്നത് സംഭവിച്ചു കാണോ? ഇതേ സമയത്ത് ഇയോണും ആ കീഴിന്റെ നേരെ ചെല്ലുന്നുണ്ട്. അല്ല, അത് വിൻ വൈറ്റ് ടൈഗർ ആണോ? അവനൊന്നും മിണ്ടാതെ തലയാട്ടി കാണിക്കും. എനിക്ക് തോന്നുന്നു അപ്പൊ സുപ്രീം സേബർ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും എന്നാണ്. ചിലപ്പോൾ അവരുമായിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യുന്നത്. സുപ്രീം സേബറോ? ആ ഒരു മുറുമലൻസും അതിനെപ്പറ്റി പറയുന്നേ കേട്ടിരുന്നു. ഇതൊട്ടും നല്ലതല്ല, നമ്മളവരെ തടയണം. ശരിയാണ്, അത് ശരിക്കും ഡേഞ്ചറസ് ആണ്. ആ ഒരു എസൻസ് സ്കോർ അങ്ങനെ അവരുടെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്. അവന്റെ ഒറിജിനൽ രൂപത്തിലേക്ക് അവൻ മാറാൻ പാടില്ല. അത് വേണം നമ്മൾ തടയാനായിട്ട്. അല്ല, ഇവനെ എസൻസ് സ്കോറിനെ പറ്റിയല്ലല്ലോ പറയുന്നത്. ഇനി സുപ്രീം സേബറിനെ ഇവൻ അറിയാത്തതുകൊണ്ടാണോ? പക്ഷേ അടുത്ത സെക്കൻഡിലാണ് ഇവൻ ഞെട്ടിത്തരച്ചു പോയത്. അവൻ അടിമുടി ഒന്ന് വിറച്ചുപോയി. കാര്യം അവനവന്റെ മുന്നിൽ കണ്ടത് ചുമന്ന് കിടക്കുന്ന ആകാശമായിരുന്നു. ആ ഒരു ആകാശം സെക്കൻഡിൽ കൊണ്ടാണ് ഇങ്ങനെ മാറിയത്. ഇനി എങ്ങാനും 1000ഓളം വർഷങ്ങളായിട്ട് അവനിവിടെ താമസിക്കുന്നുണ്ട്. ആകാശത്തിലേക്ക് ചെല്ലേണ്ട തൊട്ട് മുമ്പാണ് അവൻ കറപ്റ്റ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് അവനെ പോലൊരു മോൺസ്റ്ററിനെ ഒരിക്കലും ഈ ലോകത്തിലേക്ക് അഴിച്ചുവിടാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ കാണിക്കുന്നതാണ് ദ വിൻഡ് വൈറ്റ് ടൈഗർ. ദ വിൻഡ് വൈറ്റ് ടൈഗർ എന്ന് പറയുന്നത് വൺ ഓഫ് ദി 5 സേക്രഡ് ഉള്ള സ്പിരിറ്റ്സിൽ ഒന്നാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വിൻഡ് വൈറ്റ് ടൈഗർ മാത്രമാണ് ഒരു ഹാബിറ്റ് ആയിട്ടുള്ളത്. അതാണ് ഈ ചങ്ബായ് മൗണ്ടൻ. ഇവിടെയാണ് അത് സ്ഥിരമായിട്ട് നിൽക്കുന്നതും. സത്യം പറഞ്ഞാൽ ഈ ഒരു 5 സ്പിരിറ്റ്സ് ഈ ഭൂമിയിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് ആർക്കും തന്നെ അറിഞ്ഞൂടാ. പക്ഷേ അവർ അപ്പിയറായി കുറെ വർഷത്തിന് ശേഷം അവരുടെ സ്പിരിച്വൽ പവർ പീക്കിലേക്ക് എത്തുന്നിടത്ത് അവർ വീണ്ടും സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ആകാശത്തിലേക്ക് തിരിച്ചു പോകപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. ഇതേ സമയത്ത് അവർ രണ്ടുപേരും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. അല്ല, അപ്പൊ ഈ ആകാശത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് പറയുന്നത് ആ സമയത്ത് ആ തലയാട്ടുകയും ചെയ്യും. ഒന്നും പറയത്തില്ല. അപ്പോഴാണ് ഇവൻ പറയുന്നത് ആ ഒരു ഡാർക്ക് ആളുള്ള എനർജി അതെനിക്ക് നന്നായിട്ട് തന്നെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതവൻ അസെൻഡ് ചെയ്യേണ്ട സമയത്ത് ആ ഒരു പ്രതികാരത്തിലും ദേഷ്യത്തിലും മുങ്ങി താഴ്ന്നുകൊണ്ടാണ്. എനിക്ക് ആ ദിവസം ഇന്നും ക്ലിയർ ആയിട്ട് തന്നെ ഓർക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മിത്തിക്കൽ ക്രീച്ചർ ഈ ചങ്ബായ് മൗണ്ടൻ മുഴുവൻ ചോരക്കളമാക്കി മാറ്റിയതെന്ന്. അന്ന് അവൻ ആ മോൺസ്റ്റർ ട്രാൻസ്ഫോം ചെയ്തപ്പോൾ അവന്റെ കേപ്പബിലിറ്റീസ് ഈ ലോകത്തിന് തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്നത്രമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ ഒരു കാര്യം വിറ്റ്നസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ദ ഹെവൻലി ഡീമൻസോട് ആദ്യമായിട്ട് ഞാനിത് ചെന്നപ്പോൾ എൻ്റെ ആങ്സിസ്റ്റർ ആ ഒരു ഇമൂഗി സർപ്പനെ കൊന്നത് ഒരു ഡ്രാഗൺ എന്ന രീതിയിലാണ്. എനിക്ക് തോന്നുന്നത് അന്നും ഈ ഒരു ഇമൂഗി സർപ്പൻ്റെ ആകാശത്തിലേക്ക് പോകേണ്ട സമയമാണെന്നാണ്. പക്ഷേ അന്ന് അദ്ദേഹം തടഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്നായിരുന്നു ഇമൂഗിയുടെ കളർ ചെയ്ത് ആ ഒരു ഡാർക്കറായുള്ള രീതിയിലേക്ക് വന്നത്. പ്രതികാരവും ആ ഒരു ദേഷ്യവും അതായിരിക്കും അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ എന്നിട്ട് പോലും ആ ഒരു ആൻസിസ്റ്റർ അദ്ദേഹത്തിനെ നിസ്സാരമായി തന്നെ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്തു. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മാർഷൽ പവേഴ്സ് എന്ന് പറഞ്ഞ് അത്രത്തോളം ഡിവൈൻ ആയതുകൊണ്ടായിരിക്കും. ആ പറഞ്ഞതായിരുന്നു ദ ഫസ്റ്റ് ഹെവലി ഡീമൻ. അപ്പോ വിൻ വൈറ്റ് ടൈഗറിന് പോകുന്നതിന് മുമ്പ് അതിനെ തടസ്സപ്പെടുത്തിയല്ലേ? ഈ സമയത്ത് അവനൊന്ന് ഞെട്ടി. പക്ഷെ ഒന്നും പറയത്തുമില്ല. കണ്ടിട്ട് വലിയൊരു കഥയാണെന്ന് തോന്നുന്നു. ഞാനിനി അദ്ദേഹം ചോദിക്കാതിരിക്കുകയാണ് നല്ലതെന്ന് ഇയോൺ പറയും. അവന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ അവന് നഷ്ടപ്പെട്ടു. സുഹൃത്തിനെയോ? അതെ, ആ സുഹൃത്ത് എൻ്റെ ഒരു പങ്കാളിയായിരുന്നു. അവൻ ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ഉള്ള മനുഷ്യനാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ചങ്ബായ് മൗണ്ടനിലെ ഗാർഡിയൻ തന്നെ സ്വന്തം സുഹൃത്തായിട്ട് ഒരു മനുഷ്യനെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ എന്തുമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന്. അന്ന് അവൻ അങ്ങനെ മരിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. പക്ഷേ 100ഓളം വർഷം കഴിഞ്ഞിട്ട് പോലും അവൻ്റെ ഒറിജിനൽ രൂപത്തിലേക്ക് മാറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അവൻ എന്തായിരിക്കും പ്രവോക്ക് ചെയ്തിട്ടുള്ളത്? ഇനിയെങ്ങാനും. പിന്നെ കാണിക്കുന്നത് കുറച്ച് മുമ്പത്തെ കാര്യമാണ്. നമ്മുടെ ചങ്ബായ് മൗണ്ടന്റെ ഈസ്റ്റേൺ സൈഡാണ്. ഹോങ്, ഇത് ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നോർത്തിലെ വലിയൊരു യുദ്ധം തന്നെ നടപ്പുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അതിനെ കംപ്ലീറ്റ്ലി
ശരിയാണ്, ഈ സ്ഥലത്ത് ശരിക്കും സ്പിരിച്വലുള്ള ക്യൂ ഉണ്ട്. നമുക്ക് എത്ര പെട്ടെന്ന് സെർച്ച് ആരംഭിക്കണം. അങ്ങനെയാണ് അവരവിടേക്ക് എത്തിയത്. പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിന്റെ മുമ്പിൽ ഒരു തടാകമാണല്ലോ. വെറുതെല്ല ഇതൊരു സ്പിരിച്വൽ മൗണ്ടൻ എന്ന് വിളിക്കുന്നത്. എത്രയും പെട്ടെന്ന് വിൻ വൈറ്റ് ടൈഗറിനെ തപ്പാൻ നോക്ക്. അത് നോർമൽ ആ ടൈഗറിനെക്കാട്ടും കുറച്ചുകൂടെ വലുതായിരിക്കും. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ വലിയ പാട് കാണത്തില്ല. എത്രയും പെട്ടെന്ന് പറയുന്നത് അവരെല്ലാവരും അതിനെ തപ്പി ഇറങ്ങിയിട്ടുണ്ട്. പെട്ടെന്നാണ് അവർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അല്ല, അതാരാണ്? അവൻ ക്യൂയൊക്കെ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ചിലപ്പോൾ ഇഞ്ചേർഡ് ആയതുകൊണ്ടാണെന്ന് പറയുമ്പോഴേക്കും അവൻ അവിടുന്ന് മാഞ്ഞുപോയി. അടുത്ത സെക്കൻഡ് അവൻ അവരുടെ തൊട്ട് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്റെ മൗണ്ടനിലേക്ക് കാലെടുത്ത് വെച്ചത് നായകളെന്ന് പറഞ്ഞിട്ട് അവനവരെ എല്ലാനെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് തള്ളാനായിട്ട് തുടങ്ങി. ഇത് കണ്ട അവര് ഞെട്ടിത്തെറിച്ചു പോയി. ഇതേ സമയത്താണ് അവിടേക്ക് അവൻ പാഞ്ഞു വന്നത്. അവന്റെ കൺമുമ്പിൽ കണ്ട എല്ലാരെ കൊന്ന് ഒടുക്കുന്നുണ്ടായിരുന്നു. നീയൊക്കെ ഇവിടെ എന്താണ് ഉള്ളതെന്ന് അറിയാതല്ലേ കയറി വന്നത്. ഇനി ഞാൻ കാണിച്ചു തരാം. ഒരുത്തനും ജീവനോടെ ഇറങ്ങില്ലെന്ന് പറഞ്ഞിട്ട് അവൻ എല്ലാരെ കൊന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവൻ സംസാരിക്കുന്നത് വേറെ ഏതോ ഭാഷയാണ്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതിലുപരി അവന്റെ ബ്ലേഡ് ടെക്നിക് ശരിക്കും യുണീക്കാണ്. എന്നാൽ ഞാനിതങ്ങ് കണ്ടിട്ട് പോലില്ലല്ലോ. ശരിയാണ്, അവന്റെ ഒരു മാർഷൽ പവേഴ്സ് അത് ശരിക്കും യുണീക്കാണ്. ചുരുക്കം പറഞ്ഞാൽ സുപ്രീംസെ പോലെ ഡിവൈൻ മാർഷൽ ആർട്സ് വരെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇതുപോലത്തെ ഒരു മാർഷൽ ആർട്സ് അത് എവിടുന്നാണ്? ഇതുകൊണ്ടൊന്നും മതിയാകത്തില്ല. ഇങ്ങനെയാണെങ്കിൽ എല്ലാവരും മരിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ റെഡി ആയിട്ടുണ്ട്. അതായിരുന്നു ലെഫ്റ്റ് സുപ്രീം. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് അവനോടത്തേക്ക് ചാടി പോവുകയും ചെയ്തു. അല്ല ലെഫ്റ്റ് സുപ്രീം, നീ പേടിക്കണ്ട. അവന്റെ മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് എന്നെക്കാട്ടും ബെറ്റർ ആണെന്ന് റൈറ്റ് സുപ്രീം പറയുകയും ചെയ്യും. ഇതേ സമയത്താണ് അവൻ പെട്ടെന്ന് ഞെട്ടിയത്. കാര്യം അവിടേക്ക് ലെഫ്റ്റ് സുപ്രീമിന്റെ ഒരു മാസീവുള്ള അറ്റാക്ക് വന്ന് വീണു. അവനത് ഡോഡ്ജും ചെയ്തു. ഒട്ടങ്ങടാ നായേ, നീ എന്താടാ പറഞ്ഞത് മൊട്ടെ? ഈ സമയത്തായിരുന്നു അവൻ നേരെ ചാടി ഒരു നെഞ്ചത്ത് നോക്കി ഒരു കിട്ടിലൻ ചവിട്ട് കൊടുത്തത്. അവൻ തെറിച്ച് ആ വെള്ളത്തിന്റെ നടുവിലേക്ക് പോവുകയും ചെയ്യും. നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടായിട്ടാടാ നീ എന്നെ ചവിട്ടിയത്? നിന്റെ മൊട്ടത്തല ഞാനിന്ന് പല കഷ്ണങ്ങളാക്കി അരിഞ്ഞു മാറ്റും. പക്ഷേ അവന് പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിലും അവന്റെ തലേനെയാണ് കളിയാക്കിയെന്ന് അവനത് മനസ്സിലായി. ഒരുത്തനും കയറിപ്പോലി, ഇവനെ ഞാൻ തന്നെ കൊന്നോളാം. പിന്നെ കാണുന്നത് അവന് നേരെ ആ വെള്ളത്തിലേക്ക് പാഞ്ഞ് അടുത്താണ്. ആ ഒരു ഫൈറ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നിന്റെ ബ്ലേഡ് ശരിക്കും സ്ട്രേഞ്ച് ആണ്. പക്ഷേ നിന്റെ ഓരോ മൂവ്സും അൾട്ടിമേറ്റുള്ള സ്കില്ല് പോലെയാണ്. ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. അത് തന്നെ കാണിച്ചതാ. എന്നാൽ അടുത്ത സെക്കൻഡ് അവൻ ഞെട്ടി. അല്ല, ഈ ഒരു മൂവ് പിന്നെ കാണുന്നത് ഒരു അൾട്ടിമേറ്റ് ടെക്നിക്ക് അടിച്ചുകൊണ്ട് അവനെ ബാക്കിലേക്ക് വിട്ടതാണ്. എന്താടാ നീ നിർത്തിക്കളഞ്ഞത്? ശരിക്കും ഒന്ന് റെഡി ആയിട്ട് വന്നതായിരുന്നല്ലോ. ആ ആ ഒരു മൂവ് എനിക്കറിയാം. അതിനർത്ഥം അത് നിങ്ങളായിരുന്നല്ലേ? എന്നിട്ട് ആ സോഡ് അവനെ നേരെ ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ടു. നീ എന്താണ് ഈ പറയുന്നത്? ഇവിടെ നായകളെന്ന് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ കടന്ന് അലറാനായിട്ട് തുടങ്ങി. അടുത്ത സെക്കൻഡ് അവന്റെ രൂപം ചേഞ്ച് ആകാനായിട്ട് തുടങ്ങി. പിന്നെ കണ്ടത് വലിയൊരു എക്സ്പ്ലോഷനാണ്. ലെഫ്റ്റ് സുപ്രീം നേരെ ചാടി തെറിച്ച് ബാക്കിലേക്ക് വീണ് ബാക്കിലൊരു അവനെ പൊക്കിയെടുത്ത് ബാക്കിലേക്ക് മാറ്റി. ലെഫ്റ്റ് സുപ്രീം, താങ്കൾക്ക് കുഴപ്പമുണ്ടോ? എന്റെ കൈ പോയത് കണ്ടില്ലേ? എന്നിട്ടും അതാണോ ചോദിക്കുന്നത്? എന്നാൽ ഇതേ സമയത്താണ് ആ ഒരു വെള്ളത്തിന്റെ അകത്ത് ആ ഒരു രൂപം അവർ ശ്രദ്ധിച്ചത്. അല്ല, അതെന്താണ്? പിന്നെ കണ്ടത് വലിയൊരു അലർച്ചയാണ്. എന്റെ കാത്! ആ ഒരു അലർച്ച കാരണം സുപ്രീംസെ പോലെ പലരെയും ചെവിക്കല് വരെ പൊട്ടി പോവുകയും ചെയ്യും. ഒരു മനുഷ്യൻ ഒരു മോൺസ്റ്ററായി മാറിയിരിക്കുന്നു. ഇതെന്താണ്? എടാ വിഡ്ഢികളെ, കണ്ണു തുറന്നു നോക്ക്, നിനക്കൊന്നും മനസ്സിലായില്ലേ? ശരിയാണ്, ആ ഒരു അലർച്ച കൊണ്ട് പലരുടെയും ബോധം തന്നെ പോയിരിക്കുന്നു. ചിലപ്പോ പിന്നെ കാണുന്നത് 3 വാലുകളും രക്ത കളറിൽ തിളങ്ങുന്ന ആ ഒരു കണ്ണുകളുമാണ്. നമ്മളപ്പോ നോക്കി നടന്ന ആ ഒരു വിൻ വൈറ്റ് ടൈഗർ എന്ന് പറയുന്നത്. ഇതേ സമയം ആകാശം മുഴുവൻ അവന്റെ ആ ഒരു റേജിൽ മുങ്ങി താഴ്ന്നിരുന്നു. അതിനുശേഷമാണ് ദ വിൻഡ് വൈറ്റ് ടൈഗറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് അവന്റെ ഉയരം എന്ന് പറയുന്നത് തന്നെ 90 മീറ്ററിന് മുകളിലായിരുന്നു.